നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രശസ്ത ജ്യോതിഷാചാര്യൻ ശ്രീ KV സുഭാഷ് തന്ത്രികളാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തെ നമുക്ക് പ്രണവത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ഒപ്പം പ്രണവമലയിലെ വിശേഷങ്ങളും. നമസ്കാരം സർ. നമസ്കാരം സർ, കാൽചിന്തന മെത്തേഡ് ഒന്ന് വിശദീകരിക്കാമോ? കാൽചിന്തന മെത്തേഡ് എന്ന് പറയുന്നത് ശനിവാരത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. 48 വയസ്സിന് മുകളിൽ, നമ്മളെപ്പോഴും പറയുന്നത് നക്ഷത്രം പറയുമ്പോൾ 32 മുതൽ 48 വയസ്സ് വരെ, അതേപോലെ ലഗ്നം ജനനം മുതൽ 32 വയസ്സ് വരെ. അപ്പം 48 വയസ്സിന് മുകളിലാണ് കാൽചിന്തന മെത്തേഡ് വരുന്നത്. അപ്പോൾ കാൽചിന്തന മെത്തേഡ് എപ്പോഴും തിരിച്ചറിയണം. കാരണം ജീവിതത്തിൻ്റെ പകുതി ഭാഗവും നമ്മൾ ജീവിച്ചു കഴിഞ്ഞു. അത് തന്നെ 4 ആശ്രമങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തെ വായിക്കുമ്പോൾ ബ്രഹ്മചര്യാശ്രമം കഴിഞ്ഞ് അടുത്ത ആശ്രമമായ ഗ്രാഹസ്ഥ്യം, കുടുംബജീവിതത്തിൻ്റെ ആശ്രമം അവസാനിച്ച് അടുത്തതായിട്ട് വാനപ്രസ്ഥത്തിലേക്ക് കാലൂന്നുന്ന കാലഘട്ടം. അപ്പോഴേക്കും സമൃദ്ധിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിത പരാജയം നമ്മൾ തന്നെ സ്വയം ഏറ്റുവാങ്ങുന്ന വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെങ്കിലെല്ലാം ഇവിടെ ജ്യോതിഷം മാത്രമേ നിങ്ങളുടെ രക്ഷയ്ക്ക് എത്തുകയുള്ളൂ എന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പം 48 വയസ്സിന് മുകളിൽ ചിന്തിക്കുമ്പോൾ മേടച്ചിങ്ങ ധനു എന്ന രീതിയിലാണ് നക്ഷത്രങ്ങളെ വേർതിരിക്കുന്നത്. ഇവിടെ ജന്മാനുജന്മ നാളുകൾക്കാണ് കണക്കാക്കുന്നത്, അല്ലാതെ കണ്ട് അശ്വതി ഭരണി കാർത്തിക കാലം എന്ന രീതിയിലല്ല. ഇപ്പം മേടൻ രാശിയായിട്ട് കണക്ക് കൂട്ടുന്നത് അശ്വതി മകം മൂലം. അശ്വതിയുടെ അനുജന്മ നാളായിട്ട് മകവും മൂലവും വരുന്നു, മകത്തിൻ്റെ മൂലവും അശ്വതിയും വരുന്നു, മൂലത്തിൻ്റെ അശ്വതിയും മകവും വരുന്നു. ഇപ്പം ജന്മാനുജന്മ നാളുകൾക്ക് കണക്കാക്കുമ്പോൾ മേടൻ രാശിയായിട്ട് അശ്വതി മകം മൂലത്തിന് കണക്ക് കൂട്ടുമ്പോൾ ഇത്രയും കാലം 10-ൽ നിന്നിരുന്ന കണ്ടകശനിയായി നിന്നിരുന്ന ശനിയാണ് 11-ലേക്ക് വരുന്നു, സർവാഭീഷ്ടത്തിലേക്ക്. ജനുവരി 17, 2023 ജനുവരി 17 11-ൽ സർവാഭീഷ്ടത്തിലേക്ക് ശനി എത്തുമ്പോൾ, അതേപോലെ 12-ൽ നിൽക്കുന്ന വ്യാഴം ഒരു രാശി പിന്നോട്ടിറക്കുമ്പോൾ സർവാഭീഷ്ടത്തിൽ 11-ൽ നിന്ന് അനുഗ്രഹ വർഷം ചൊരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തടസ്സമായി വരുന്നത് ലഗ്നത്തിൽ നിൽക്കുന്ന രാഹുവാണ്. അപ്പോൾ രാഹുവിൻ്റെ ഇറുക്കിപ്പിടുത്തം മാത്രം അവസാനിപ്പിച്ചാൽ മതിയാകും. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ എല്ലാ ദിവസവും നൂറുംപാലം നടത്തപ്പെടുന്ന, എല്ലാ ദിവസവും ദക്ഷിണ സമർപ്പിച്ച് തളിച്ചു കൊടുക്കൽ പൂജ നടത്തുന്ന കേരളത്തിലെ ഏക നാഗരാജ ക്ഷേത്ര സന്നിധി. ഇതിനേക്കാൾ ഉപരിയായിട്ട് ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും തുല്യത പ്രാധാന്യം നൽകിക്കൊണ്ട് നിലവറയ്ക്കകത്ത് പ്രവേശനം നൽകുന്ന കേരളത്തിലെ ഏക നാഗരാജ ക്ഷേത്ര സന്നിധിയാണ്. വെറുതെ കുറച്ച് കല്ല് പിറക്കി വെച്ചിട്ടുള്ള ക്ഷേത്രമല്ല. ചെറിയ വഴിപാട് ചെയ്താൽ പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രത്യക്ഷമൂർത്തിയായിട്ട് തന്നെ ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കണ്ണിൽ കാണിക്കുന്ന അത്ര അത്ഭുത അനുഗ്രഹ ശക്തിയുള്ള ദേവതാ ചൈതന്യമാണ്. ഇനി ഒരു നിവൃത്തിയില്ലാത്ത ഒരാളാണെങ്കിൽ പോലും നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടാകുന്ന പച്ചപ്ലാവില, വാഴയില, അടയ്ക്കാമര പൂക്കുല, വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി, പൂജാപുഷ്പങ്ങൾ, വെറ്റില, അടയ്ക്ക, മുക്കുറ്റി കറുക, കൂവളയില ഇത്യാദി ദ്രവ്യങ്ങൾ സ്വയമേവ സമർപ്പണം നടത്തിയാൽ പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. ഇപ്പം 48 വയസ്സെന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ വാനപ്രസ്ഥ കാലഘട്ടത്തിലേക്ക്, നാട് നന്നാക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ നമുക്ക് വീട് തന്നെ നന്നാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രീകൃഷ്ണവാസു ജ്യോതിഷാലയത്തിൻ്റെ സഹായം തേടണം. അതിനു വേണ്ടിയിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ ശിക്ഷണങ്ങൾ ജ്യോതിശാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അവരിലൂടെ ഞാനീ പറയുന്ന 4 കാര്യങ്ങൾ: ധർമ്മദേവതാ പ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു ശരിയാക്കുക, ബാധാവാഹനം നടത്തുക. ഇങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നശിച്ചു പോയ നമ്മുടെ ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് ഒരു നിവൃത്തിയുമില്ലെങ്കിൽ ഇവിടെ നിന്ന് ആദ്യമായിട്ടൊരു ഗണപതി ഏലസ് നൽകുന്നു. ആ ഏലസ് ധരിച്ച് അതിൽ പറയുന്ന വഴിപാടുകൾ കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോയാൽ 1.5 വർഷം വരേക്കും ഏലസിലൂടെ തന്നെ സമൃദ്ധിയിലേക്ക് എത്താം. 5000 രൂപയാണ് ഇവിടെ ഏലസിന് ചാർജ് ചെയ്യുന്നത്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ട് ഫിക്സഡ് റേറ്റ് തന്നെയാണ്, അല്ലാതെ ലേലം വിളി കച്ചവടമൊന്നും ഇവിടെ നടത്തുന്നില്ല. നിങ്ങൾക്ക് ജ്യോതിഷം സത്യമാണെന്ന് തെളിയിക്കുന്നതിന് ഇതിനേക്കാൾ വലിയൊരു മാർഗ്ഗമില്ല എന്നുകൂടി അറിയുക. അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീകൃഷ്ണവാസു ജ്യോതിശാലയം ജാതകം എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ എത്ര പാരമ്പര്യവാദികളുടെ നിന്ന് ജാതകം എഴുതി വാങ്ങിയിട്ടുണ്ടെങ്കിലും ഇവിടുന്ന് കൃത്യമായിട്ട് മലയാളത്തിൽ എഴുതി നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കുന്ന ലളിതമായ ഭാഷയിൽ 27 പേജുകളിലായിട്ടാണ് നിങ്ങളുടെ ജനനം മുതൽ ജീവിച്ചു പോകുന്ന വയസ്സ്, അതിലെ ദശാകാലങ്ങൾ, അനുകൂലത, പ്രതികൂലത, വഴിപാടുകളെല്ലാം നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക. അപ്പോൾ ജാതകം വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും സ്റ്റാഫുകളുടെ നമ്പറുകളിൽ ബന്ധപ്പെട്ടാൽ മാത്രം മതിയാകും. അതേപോലെ എല്ലാവർക്കും തുല്യത കൈവരിക്കുന്നതിന് വേണ്ടി സനാതന സംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ജാതിമത വ്യത്യാസമില്ലാതെ യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരില്ലാത്ത ഈ സംഘടനയിൽ നിങ്ങളും ചേർന്ന് പ്രവർത്തിക്കുക. ടെലഗ്രാമിൽ പ്രണവമാചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട്. അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിന്മാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. എൻ്റെ പേര് ശ്രീജിത്ത്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ വരുന്നു.
എനിക്ക് വർഷങ്ങളായിട്ട് പുറം വേദന, തലവേദന, കഴുത്തുവേദന മാറുന്നില്ല. ഞാൻ ചെയ്യാവുന്ന ട്രീറ്റ്മെന്റുകളും ഒക്കെ ചെയ്തു. ഒരു 7 വർഷത്തോളായിട്ട് ആയുർവേദമായാലും ഹോമിയോ എല്ലാ ഇംഗ്ലീഷ് മരുന്നുകളും ഒക്കെ ചെയ്തിട്ട് മാറിയിട്ടില്ല. അങ്ങനെ ഇവിടെ ബന്ധപ്പെട്ട് സാറിന്റെ നമ്പറിൽ ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ പൂജയിൽ പങ്കെടുക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പങ്കെടുത്തു. 2 ദിവസത്തെ പൂജയ്ക്ക് ശേഷം ഞാൻ വീട്ടിൽ വന്നിട്ട് ഭയങ്കര പ്രകടമായ മാറ്റം തന്നെ വന്നിരുന്നു. പിന്നെ സാറ് പറഞ്ഞിരുന്നു, ഇത് വീണ്ടും വരികയാണെങ്കിൽ നിങ്ങളെ ലൈഫ് ലോങ് നമുക്ക് എന്ത് പ്രശ്നം തോന്നിയാലും ഇത് ഇങ്ങനത്തെ സംബന്ധമായിട്ട് എന്ത് പ്രശ്നം വന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ മാറും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ വീണ്ടും പുറമേതിനെ കഴിച്ചതിനൊക്കെ വീണ്ടും ഒന്നുകൂടി വന്നപ്പോ ഞാനിവിടെ വരുന്നുണ്ടായത്. ഇപ്പൊ വീണ്ടും 2ാമത്തെ ദിവസത്തെ പൂജയിൽ മാത്രം പങ്കെടുത്താൽ മതി. ആദ്യത്തെ പോലെ 2 ദിവസത്തെ പൂജയിൽ നമ്മൾ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. 2ാം ദിവസം ഉച്ചയ്ക്ക് ശേഷം ഇവിടെ എത്തി കഴിഞ്ഞാൽ നമ്മൾ ഒരു സമയം തരാൻ അതിനനുസരിച്ച് നമ്മൾ പൂജയിൽ പങ്കെടുക്കുക. അത് കാര്യങ്ങൾ ശരിയാക്കി തരും ആണ്. എനിക്കിവിടെ ഇത്ര നാള് വന്ന അനുഭവം വെച്ച് ഭയങ്കര മാറ്റമാണ് സംഭവിച്ചിട്ടുള്ളത്. എന്റെ ജീവിതത്തിൽ ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ ഞാൻ എങ്ങനെയായിരുന്നു, നല്ലൊരു ബോഡി ഫിറ്റ്നസ് ഉള്ള ആളായിരുന്നു. ആ രീതിയിലേക്കാണ് എനിക്ക് മാറ്റം വന്നതായിരുന്നു. വീണ്ടും ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കഴുത്തൊക്കെ വേദന വന്നപ്പോ സാറിനെ വിളിച്ചു പറഞ്ഞപ്പോ സാറ് കാര്യങ്ങൾ പറഞ്ഞു, എത്രയും വേഗം അടുത്ത പൂജയ്ക്ക് പങ്കെടുക്കാൻ പറഞ്ഞു. ഡേറ്റ് തന്നു. ഞാൻ എന്റെ വീട്ടിൽ വന്നു. ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം ടു ദി പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം.